പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. തീർത്ഥം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മളെല്ലാവരും ഒരേ സ്വരത്തിൽ ഒരുപോലെ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്, നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമയാകണമെന്ന്. അപ്പോൾ ഈ വ്യക്തിത്വം എന്ന് പറഞ്ഞത് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ചിലതൊക്കെ അറിഞ്ഞിരിക്കണം. നല്ല ഉടുപ്പിട്ടത് കൊണ്ടോ നല്ല ആഭരണങ്ങൾ ധരിച്ച് നല്ലതുപോലെ ഒരുങ്ങി നടന്നതുകൊണ്ടോ മാത്രം ഉണ്ടാകുന്ന ഒരു കാര്യം അല്ല. വ്യക്തിത്വം എന്ന ഒരു വാക്കിന് അർത്ഥമുണ്ട്. വ്യക്തി പ്ലസ് ത്വം എന്നാണ്. അതായത് വ്യക്തി നിങ്ങൾ തന്നെയാകുന്നു എന്നും, ഇംഗ്ലീഷിൽ ഇത് പറയുമ്പോൾ പേഴ്സണാലിറ്റി എന്ന് പറയുമ്പോൾ പേഴ്സൺ പ്ലസ് ലിറ്റ് ചെയ്യപ്പെടുന്നത്, അതായത് ആ വ്യക്തിയാൽ കത്തിക്കപ്പെടുന്നത്, ഊർജ്ജസ്വലമാക്കുന്നത് എന്നാണ് അതിനർത്ഥം. അപ്പോൾ ഈ രണ്ട് ഭാഷയിലും ഇതിൻ്റെ അർത്ഥം ഒന്ന് തന്നെയാണ്. വ്യക്തിത്വം എന്നത് നമ്മൾ നമുക്ക് തന്നെ കൊടുക്കുന്ന ഒരു വിശേഷണമാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ ഉള്ളിലെ വിചാരങ്ങളെ വീക്ഷിച്ചും നിരീക്ഷിച്ചും മറ്റുള്ളവർ, അതായത് നമ്മളെ കണ്ടു മനസ്സിലാക്കി സ്നേഹിച്ച് നമ്മൾക്ക് അവർ തരുന്ന ഒരു വലിയ സമ്മാനമാണ്. ഇറ്റ് ഈസ് എ പ്രഷ്യസ് ഗിഫ്റ്റ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു വിശിഷ്ടമായ ഒരു സമ്മാനമാണ് ഈ വ്യക്തിത്വം എന്ന് പറയുന്നത്. ആ വ്യക്തിത്വം നമ്മൾ വാക്കിലൂടെ, നോക്കിലൂടെ, പ്രവൃത്തിയിലൂടെ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകൾ ആകുന്നത്. ഒരു പക്ഷി അതിൻ്റെ വ്യക്തിത്വം എങ്ങനെയാണ് ഭൂമിയിൽ സ്ഥിരീകരിക്കുന്നതെന്ന് നമുക്ക് നോക്കിയാലോ. പക്ഷി പറയുന്നു, എവിടെയുണ്ടായിരുന്നു ഞാനെന്നറിയുവാൻ ഒരു കൂവൽ മാത്രം മതി. ഇവിടെ ഉണ്ടായിരുന്നു ഞാനെന്നറിയിക്കുവാൻ ഒരു തൂവൽ മാത്രം താഴെയിട്ടാൽ മതി. പിന്നെയോ, ഞാൻ ഇവിടെ ഉണ്ടാകും എന്നറിയിക്കുവാൻ, ഇനിയും ഇവിടെ ഉണ്ടാകുമെന്നറിയിക്കുവാൻ അടയിരിക്കുന്നതിൻ ചൂടുമാത്രം മതി. ഇതിലുമേറെ ലളിതമായി പക്ഷികൾ ജീവിതം ആവിഷ്കരിക്കുന്നതെങ്ങനെ എന്ന് കവികൾ മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. ആ പക്ഷിയുടെ ജീവിതം പക്ഷിധന്യമാക്കുന്നത്, നല്ല പക്ഷിത്വത്തിൻ്റെ ഉടമയാക്കുന്നത് പക്ഷികൾ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എപ്പോഴും നമ്മൾ നമ്മുടെ വ്യക്തിത്വം നമ്മളാണ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ തീർച്ചയായും നല്ല വ്യക്തിത്വത്തിൻ്റെ ഉടമകളായി തന്നെ പ്രശോഭിക്കും എന്ന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്. അതായത് ഞാൻ വീണ്ടും പറയുകയാണ്, വി ആർ ദ പ്രോഡക്റ്റ് ഓഫ് അവർ ഓൺ തോട്ട്സ്. നമ്മുടെ ചിന്തയിലൂടെ ഉരുത്തിരിയുന്നതാണ് നമ്മൾ ഓരോരുത്തരും. നല്ല വാക്ക്, നല്ല പ്രവൃത്തി, നല്ല ചിന്ത, ഇവയിലൂടെയെല്ലാം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ജനിച്ച ജീവിതം ഇവിടെ തുച്ഛമായ കുറച്ച് ജീവിതമേ നമുക്കുള്ളൂ. ആ ജീവിതം നമുക്ക് ധന്യമാക്കാൻ ഒക്കുമെന്നുള്ളത് പ്രിയമുള്ളവരെല്ലാം മനസ്സിലാക്കണം എന്ന് അപേക്ഷിക്കുകയാണ്. നന്ദി, നമസ്കാരം.